CS ക്യാപ്സൂളിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാ വിദ്യാർത്ഥിനികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം കമ്പ്യൂട്ടർ സയൻസിലെ 6ാമത്തെ ചാപ്റ്ററായ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്നതിലെ 1ാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ചാപ്റ്ററുകളിലായി ഒരു വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിനു വേണ്ടിയുള്ള ടാഗുകളാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഈ ചാപ്റ്ററിൽ ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജായ ജാവാസ്ക്രിപ്റ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, എന്തിനാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വെബ് പേജ്, നാം ഡിസൈൻ ചെയ്ത വെബ് പേജിൽ സ്മോൾ കാൽക്കുലേഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് നാം ജാവാസ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട്, അതല്ലെങ്കിൽ നമ്മുടെ +1 റിസൾട്ട്, അത് വെബ് സെർവറിൽ നിന്നും നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് കിട്ടണം എന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് നമുക്ക് ലഭിക്കണം എന്നുണ്ട് എങ്കിൽ, നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും എൻട്രി ചെയ്യുന്നു. അത് വെബ് സെർവറിലേക്ക് റിക്വസ്റ്റായി സെൻഡ് ചെയ്യുകയും അവിടെ നിന്നുമാണ് നമ്മുടെ മാർക്ക് റിട്ടേൺ ആയി വരുന്നത്. ഈ സെൻഡ് ചെയ്യുന്ന സമയത്ത് നാം അറിയാതെ നമ്മുടെ രജിസ്റ്റർ നമ്പറിന് പകരം നമ്മുടെ നെയിമോ മറ്റെന്തെങ്കിലും ഡാറ്റ തെറ്റായി എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇത് വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ വെച്ച് ഡാറ്റ ശരിയാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുവാൻ വേണ്ടിയും നാം ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നു. അതാണ് മെയിൻ പർപ്പസ്, വാലിഡേറ്റിംഗ് ദ ഡാറ്റ ശരിയാണോ അല്ലയോ. ഇതെല്ലാം ഈ ചാപ്റ്ററിൽ നാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമിനെയാണ് നാം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. വെബ് പേജുമായി ബന്ധപ്പെട്ട് നാം ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ നാം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. അപ്പം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചോ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചോ നാം ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. 2 തരം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണുള്ളത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സ്ക്രിപ്റ്റ്സ് എക്സിക്യൂട്ട് ഇൻ ദ ക്ലയൻറ്റ് ആർ നോൺ ആസ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ക്ലയൻറ്റിൽ അഥവാ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും. ജാവാസ്ക്രിപ്റ്റ് ഈസ് മോസ്റ്റ് കോമൺ ബിക്കോസ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഓൾ ബ്രൗസേഴ്സ്. കോമൺ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ളത് ജാവാസ്ക്രിപ്റ്റ് ആണ്. കാരണം അതാണ് എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് ജാവാസ്ക്രിപ്റ്റ്. നാം പറഞ്ഞു നമുക്ക് വെബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റ് നാം HTML ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ HTML ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് നാം അതിനിടയിൽ തന്നെയാണ് ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് HTML ടാഗുകളുമായിട്ട് ഇത് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ടാഗിന് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നതിനുള്ളിലാണ് നാം ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം നാം എഴുതി വെക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റിംഗ് ടാഗ് അഥവാ സ്ക്രിപ്റ്റ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റ് ഇൻ ആൻ HTML പേജ്. ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഉൾക്കൊള്ളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് ഇത് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് അതിനുള്ളിൽ നാം ക്ലയൻറ്റ് സൈഡ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുകയും അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ലാംഗ്വേജ് ഓഫ് സ്ക്രിപ്റ്റ് യൂസ് ടു സ്പെസിഫൈ നെയിം ഓഫ് സ്ക്രിപ്റ്റ് ഇൻ ലാംഗ്വേജ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ്. അത് ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ പറയാം. ഫയൽ ഈസ് സേവ്ഡ് വിത്ത് .html എക്സ്റ്റൻഷൻ. നാം HTML ഡോക്യുമെൻറ്റിൽ തന്നെ HTML ടാഗിനിടയിലാണ് നാം ജാവാസ്ക്രിപ്റ്റ് കോഡ് അഥവാ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് നാം ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ അതും .html ഫയൽ വെച്ചിട്ട് തന്നെ എന്താണ് ആ HTML ഫയൽ സേവ് ചെയ്യുന്നത്. ആ സമയത്ത് ആ .html ഫയൽ വെച്ചിട്ട് തന്നെയാണ് നാം ഈ ഫയലും സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ JavaScript is a case sensitive language, means keyword
കീവേഡ്സ് ആർ ഇൻ ലോവർ കേസ്. അപ്പർ കേസിൽ എഴുതുന്നതും ലോവർ കേസിൽ അപ്പർ കേസ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നതും സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുന്ന രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുന്നത് നാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുകയാണെങ്കിൽ അത് എറർ റിട്ടേൺ ചെയ്യുന്നു. എന്ന് വെച്ചാൽ രണ്ടും രണ്ട് രീതിയായിട്ടാണ് എടുത്തിട്ടുള്ളത്. C++ൽ പഠിച്ചതാണ്. C++ ഈസ് എ കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. കീവേഡ്സ് ആർ ഇൻ ലോവർ കേസ്. കീവേഡ്സ് എല്ലാം നാം ലോവർ കേസ് തന്നെ എഴുതണം. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ അത് എററായി മാറുന്നു. ഇപ്പോൾ ഇവിടെ അറിയാം സ്ക്രിപ്റ്റ്, അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ് ഈക്വൽ ടു വാല്യൂ ജാവാ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ജാവാ സ്ക്രിപ്റ്റ് കോഡാണ്. ഇതാണ് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. ഇതിനിടയിലായിട്ടാണ് നാം സ്ക്രിപ്റ്റിൻ്റെ അഥവാ ജാവാ സ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നത്. ഈ സ്ക്രിപ്റ്റ് വരുന്നത് HTML ഡോക്യുമെൻറ്റിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ടാഗ്സിനിടയിലാണ് സ്ക്രിപ്റ്റ് ഉൾക്കൊള്ളിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കോഡ് എഴുതുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഒരു HTML ഫയൽ എത്രയും സ്ക്രിപ്റ്റ് ടാഗുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഫങ്ഷൻ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ടെക്സ്റ്റ് ഇൻ ദ ബോഡി സെക്ഷൻ. ബോഡി സെക്ഷനിൽ ഡാറ്റ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനാണ് നാം ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ഇൻ്റർപ്രറ്റഡ് ബൈ ജാവാ സ്ക്രിപ്റ്റ് എൻജിൻ. ബ്രൗസറാണ്, ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ക്ലയൻറ്റിനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ബ്രൗസറിലുള്ള ജാവാ സ്ക്രിപ്റ്റ് എൻജിനാണ് ഇത് ഇൻ്റർപ്രറ്റഡ് ബൈ എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത് ജാവാ സ്ക്രിപ്റ്റ് എൻജിനാണ്. എവരി ബ്രൗസർ ആസ് ജാവാ സ്ക്രിപ്റ്റ് എൻജിൻ. എല്ലാ ബ്രൗസറിനും ജാവാ സ്ക്രിപ്റ്റ് എൻജിനുണ്ട്. ജാവാ സ്ക്രിപ്റ്റ് കോഡ് മീൻസ് ദ സ്ക്രിപ്റ്റ് എൻഡ്സ് വിത്ത് സെമിക്കോളൻ. ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നാം ഡെവലപ്പ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് അവസാനിക്കുന്നത് സെമിക്കോളൻ. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ജാവാ സ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും എൻഡ് ചെയ്യുന്നത് സെമിക്കോളനിലാകുന്നു. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഫങ്ഷൻ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ടെക്സ്റ്റ് ഇൻ ദ ബോഡി സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വെബ് പേജിൽ എന്താണ് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കൊടുത്തു. ഇതാണ് HTML ബോഡിയുടെ ബോഡി സെഷനിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ്. അപ്പോൾ ഏതാണ് ലാംഗ്വേജ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നുള്ള സ്പെസിഫൈ ചെയ്യാനാണ് ജാവാ സ്ക്രിപ്റ്റാണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് അതാണ് ടെക്സ്റ്റ്. വെൽക്കം ടു ജാവാ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ബോഡി സെക്ഷൻ അഥവാ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. വെൽക്കം ടു ജാവ. ഇങ്ങനെ ഒരു ബോഡി സെക്ഷൻ അഥവാ വെബ് പേജിൽ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ ടൈപ്സ് ഇൻ ജാവാ സ്ക്രിപ്റ്റ്. ദർ ആർ 3 ബേസിക് ഡാറ്റ ടൈപ്സ് ഇൻ ജാവാ സ്ക്രിപ്റ്റ്. 3 ബേസിക് ഡാറ്റ ടൈപ്സ് ആണ് ജാവാ സ്ക്രിപ്റ്റിലുള്ളത്. ഒന്ന് നമ്പർ. ഓൾ ഇൻറ്റ് ആൻഡ് ഫ്ലോട്ട് വാല്യൂസ് ആർ ട്രീറ്റഡ് ആസ് നമ്പർ ഡാറ്റ ടൈപ്പ്. എല്ലാ ഇൻറ്റിജറായ എന്ന് വെച്ചാൽ ഹോൾ നമ്പേഴ്സ്, പോയിൻ്റ് ഇല്ലാത്തതും ഫ്ലോട്ട് പോയിൻ്റ് ഉള്ളതുമായ വാല്യൂസ്, എല്ലാ വാല്യൂസിനെയും നാം ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് നമ്പർ ഡാറ്റ ടൈപ്പിലായിട്ടാണ്. നിങ്ങൾക്കറിയാം C++ൽ ഹോൾ നമ്പേഴ്സിനെ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പായിട്ടും ഫ്രാക്ഷൻ അഥവാ പോയിൻ്റ് ഉള്ളതിനെ ഫ്ലോട്ട് നമ്പേഴ്സ് ഡാറ്റ ടൈപ്പായിട്ടാണ് നാം പറഞ്ഞിരുന്നത് എന്നാൽ ജാവാ സ്ക്രിപ്റ്റിൽ ഇൻറ്റിജറും ഫ്ലോട്ടിനെയും ഒരു ഡാറ്റ ടൈപ്പായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്പർ. രണ്ടാമത്തെ ഡാറ്റ ടൈപ്പ് സ്ട്രിങ്. എനി കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നമ്പേഴ്സ് ആൻഡ് അതർ സിമ്പിൾസ് എൻക്ലോസ്ഡ് വിത്തിൻ ഡബിൾ കോഡ്സ്. ഡബിൾ കോഡ്സിൽ നാം എൻക്ലോസ് ചെയ്തിട്ടുള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ആവട്ടെ നമ്പേഴ്സ് ആവട്ടെ അതർ സിമ്പിൾസ് ഇതിനെ എല്ലാം നാം എടുക്കുന്ന സ്ട്രിങ് ആയിട്ടാണ്. ഡബിൾ കോഡ്സിൽ വരുന്ന നമ്പേഴ്സ് ആയാലും ക്യാരക്ടേഴ്സ് ആയാലും സ്പെഷ്യൽ സിമ്പിൾസ് ആയാലും അത് സ്ട്രിങ് ആയിട്ടാണ് നാം അഥവാ ജാവാ സ്ക്രിപ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്. ബൂളിയൻ. ട്രൂ ഓർ ഫാൾസ് ഈസ് ട്രീറ്റഡ് ആസ് ബൂളിയൻ വാല്യൂസ്. ട്രൂ അല്ലെങ്കിൽ ഫാൾസിനെയാണ് ഇവിടെ ബൂളിയൻ വാല്യൂസായി എടുത്തിട്ടുള്ളത്. വാല്യൂസ് നോട്ട് സ്പെസിഫൈ ഇൻ ഡബിൾ കോഡ്സ്. ഇതിൻ്റെ വാല്യൂസ് ഡബിൾ കോഡ്സ് കൊടുക്കാൻ പാടില്ല. ഡബിൾ കോഡ്സ് കൊടുക്കുകയാണെങ്കിൽ അത് സ്ട്രിങ് ആയിട്ട് എടുക്കും. ഡബിൾ കോഡ്സിൽ എന്തെടുക്കുകയാണെങ്കിൽ അത് സ്ട്രിങ് ആണ്. ഇപ്പോൾ 3 തരം ഡാറ്റ ടൈപ്സ് ആണുള്ളത്: നമ്പർ, സ്ട്രിങ് ആൻഡ് ബൂളിയൻ.
നെക്സ്റ്റ് വേരിയബിൾ ഇൻ ജാവാസ്ക്രിപ്റ്റ്സ്. വേരിയബിൾ ഡിക്ലെയർഡ് ബൈ യൂസിങ് VAR കീവേഡ്. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡാണ് VAR. എക്സാമ്പിൾ VAR x, y. x ഈക്വൽ ടു 20. ഇപ്പോൾ ഇവിടെ 20. ദെൻ ടൈപ്പ് ഓഫ് എക്സിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്പറാണ്. y ഈക്വൽ ടു ഹൈ. ടൈപ്പ് ഓഫ് y ഈക്വൽ ടു സ്ട്രിങ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഏത് വാല്യൂ ആണോ ആ വേരിയബിളിൽ കൊടുത്തിട്ടുള്ള ആ വാല്യൂവിൻ്റെ ടൈപ്പായിരിക്കും ആ വേരിയബിളിൻ്റെ ടൈപ്പ്. ടൈപ്പ് ഓഫ് എ വേരിയബിൾ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദ ടൈപ്പ് ഓഫ് വാല്യൂ അസൈൻ ടു ഇറ്റ്. ഇപ്പോൾ ഈ വൈൻ്റേത് സ്ട്രിങ് ആണ്, അത് കിട്ടിയത് അതിലേക്ക് കൊടുത്തിട്ടുള്ള വാല്യൂവിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആയതുകൊണ്ടാണ്. എക്സിൻ്റെത് ഇൻറ്റിജറാണ്, കാരണം അതിലേക്ക് കൊടുത്ത വാല്യൂ ഇൻറ്റിജർ ആകുന്നു. ഫങ്ഷൻ ടൈപ്പ് ഓഫ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ ടൈപ്പ് ഏതാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷനാണ് ടൈപ്പ് ഓഫ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് എന്നുള്ള ഫങ്ഷൻ എക്സാമ്പിളാണ്. ടൈപ്പ് ഓഫ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു റിട്ടേൺ ദ ടൈപ്പ് ഓഫ് എ വേരിയബിൾ. അപ്പോൾ ടൈപ്പ് ഓഫ് എക്സ് എന്ന് കൊടുത്തപ്പോൾ ഇവിടെ എക്സിൻ്റെ ടൈപ്പാണ് റിട്ടേൺ ചെയ്യുക, ഇവിടെ വൈയുടെ ടൈപ്പാണ് റിട്ടേൺ ചെയ്യുക. അതിനുള്ളൊരു എക്സാമ്പിളാണ് അത്. ഏതാണോ റിട്ടേൺ ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു 20. അപ്പോൾ എക്സിൽ കൊടുത്തുള്ള 20 എന്നുള്ളത് നമ്പറാണ്. അപ്പോൾ എക്സിൻ്റെ ടൈപ്പ് എന്നുള്ള ഇവിടെ നമ്പർ എന്ന് റിട്ടേൺ ചെയ്യണം. ഇവിടെ ഹൈ എന്നുള്ള ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ സ്ട്രിങ് ആണ്. അപ്പോൾ ഇവിടെ സ്ട്രിങ് റിട്ടേൺ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, സ്ക്രിപ്റ്റിനുള്ളിലാണ്, സ്ക്രിപ്റ്റ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് HTML ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത് സ്ക്രിപ്റ്റ് ടാഗിനുള്ളിലായിട്ടാണ്. ഒരു HTML ഡോക്യുമെൻ്റ് കൂടെ എത്രയും സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ റൺ ചെയ്ത് നോക്കാം. നമ്പർ, ഇതാണ് എക്സിൻ്റെ ടൈപ്പാണ് നമ്പർ. അതുപോലെ തന്നെ വൈ എന്ന് വെച്ചാൽ സ്ട്രിങ്, അതിവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. മീൻസ് അത് നമ്മൾ HTML ഡോക്യുമെൻറ്റിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് അല്ലെങ്കിൽ ബോഡി സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത സ്ക്രിപ്റ്റ് നോക്കാം. ദിസ് എ വെബ് പേജ് ഫോർ ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഒരു വെബ് പേജാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, VAR x, y, z. എക്സിന് 20 കൊടുത്തു, വൈക്ക് 10 കൊടുത്തു, z ഈക്വൽ ടു x+y എന്ന് വെച്ചാൽ z 30 മാറി. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഈ റിസൾട്ട് ഈക്വൽ ടു ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് ഇവിടെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് z എന്ന് വെച്ചാൽ z എന്ന് വെച്ചാൽ 30 എന്നുള്ളത് റിസൾട്ട് ഈക്വൽ ടു എന്ന് കഴിഞ്ഞിട്ട് 30 ഡിസ്പ്ലേ ചെയ്യും. റൺ ചെയ്ത് നോക്കാം. അതാണ് റിസൾട്ട്. ഈ റിസൾട്ട് ഈക്വൽ ടു എന്നുള്ളത് വരും. അത് കഴിഞ്ഞിട്ട് z ഡിസ്പ്ലേ ചെയ്യും. അതാണ് z 30 ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രോഗ്രാം നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ്. ദിസ് ഇസ് എ വെബ് പേജ് ഫോർ കാൽക്കുലേറ്റിംഗ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഒരു സ്ക്രിപ്റ്റാണ്. VAR P, N, R, I വേരിയബിൾസ് ആണ്. P means principal amount, N is the number of years, R is the rate of interest and I is the interest. അപ്പോൾ അത് തന്നിട്ടുണ്ട് ഇവിടെ. പിയും എന്നും ആറും. I ഈക്വൽ ടു P ഇൻറ്റു N ഇൻറ്റു R ഡിവൈഡഡ് ബൈ 100 കൊടുത്തു. അടുത്തത് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എന്ന് വരും. എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇൻട്രസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. റൺ ചെയ്ത് നോക്കാം. 750. എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുക അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സം ഓഫ് 2 നമ്പേഴ്സ്, ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്നുള്ള 4 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നെയിം ദ ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് ലാംഗ്വേജ്. In JavaScript, dash function is used to print text in the body section of HTML. ബോഡി സെക്ഷൻ മീൻസ് ബോഡി സെക്ഷനിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓർ മീൻസ് ഇൻ ദ വെബ് പേജിൽ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്.
ഡി എന്നുള്ള ഫുള്ള് ലോവർ കേസ് ലെറ്ററിലാണ്, ഡിയും ലോവർ കേസാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ? ജാവാസ്ക്രിപ്റ്റ് കോഡ് ഈസ് ഇൻ്റർപ്രറ്റഡ് ബൈ ജാവാസ്ക്രിപ്റ്റ് എൻജിൻ വിത്തിൻ ദ ബ്രൗസർ. കോഡ് എക്സിക്യൂട്ടഡ് ഓർ ഇൻ്റർപ്രറ്റഡ് ബൈ ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. നമ്മൾ എഴുതുന്ന ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് കോഡ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. ഈച്ച് ബ്രൗസർ ഹാസ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. ഓരോ ബ്രൗസറിനും ജാവാസ്ക്രിപ്റ്റ് എൻജിൻ ഉണ്ട്. Any HTML file contain dash number of script. സ്ക്രിപ്റ്റ് ടാഗ് ഒരു HTML ഫയലിന് ഡാഷ് നമ്പർ ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്, എത്രയും സ്ക്രിപ്റ്റ് ടാഗ് നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. എനി നമ്പർ ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്. ഇതോടുകൂടി ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ടു ആൾ.